കള്ളപ്പത്തിന്റെയും അപ്പത്തിന്റെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി താറാവ് കറിയാണ് ഇത്. ഇത് ഒരിക്കൽ വിരുന്നുകാർക്ക് വിളമ്പിയാൽ പിന്നീട് അവർ വീട്ടിൽ നിന്ന് മാറില്ല. ട്രാവൽ വീഡിയോസും കുക്കിംഗ് വീഡിയോസും കാണാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് കുട്ടനാടൻ രീതിയിലുള്ള ഒരു താറാവ് കറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒരു താറാവിന്റെ ഇറച്ചിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് 2.5 കിലോ, അതായത് 5 പൗണ്ട് തൂക്കം വരും. ഇത് 1.5 ഇഞ്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. 5 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് 1 ഇഞ്ച് വലിപ്പമുള്ള സ്ക്വയർ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തത്, 1 കുടം വെളുത്തുള്ളി നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, 2.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത്, 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 നീളമുള്ള പച്ചമുളക് 1 ഇഞ്ച് നീളമുള്ള കഷ്ണങ്ങളാക്കി ചെറുതായി അരിഞ്ഞത്, 4 തണ്ട് കറിവേപ്പില, 5 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കടുക്. ഇനിയുള്ള 7 സ്പൈസസ് വറുത്തു പൊടിച്ചെടുക്കേണ്ടതാണ്. 3-4 കഷ്ണം കറുവാപ്പട്ട, 1 ജാതിക്കായുടെ 4 1 ജാതിപത്രിയുടെ പകുതി, 15 ഗ്രാമ്പു, 1 ടീസ്പൂൺ ഉലുവ, 15 ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, കടുക് പൊട്ടിക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണയും 1 ക്യാൻ അല്ലെങ്കിൽ 1 തേങ്ങയുടെ തേങ്ങാപ്പാൽ. ആദ്യം ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ച് വറുത്ത് പൊടിക്കാനുള്ള 7 സ്പൈസസും ഇട്ട് അത് ചെറിയ ബ്രൗൺ കളർ ആകുന്നതുവരെ ഇളക്കി വറുത്തെടുക്കുക. ഇത് ഇത്രയും മൂത്ത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫാക്കി ചൂട് അല്പം ഒന്ന് ആറാൻ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അത് നന്നായി പൊടിച്ചെടുക്കുക. താറാവിന്റെ ഇറച്ചി മുറിച്ചു കഴിഞ്ഞ് മക്കച്ചുവ മാറാൻ അല്പം ഉപ്പും വിനേഗറും ചേർത്ത് വെള്ളത്തിൽ 1 മണിക്കൂർ മുക്കി വെച്ച് കഴുകിയെടുക്കണം. ഇറച്ചിയിലേക്ക് വറുത്ത് പൊടിച്ച സ്പൈസസ് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2.5 ടീസ്പൂൺ ഉപ്പ്, മുറിച്ചു വെച്ച പച്ചമുളകിന്റെ പകുതി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ് ഈ മസാല ഇതിൽ നന്നായി പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക, സ്റ്റൗ ഓണാക്കാതെ. 30 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇത് ഇടയ്ക്ക് മൂട തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ മൂട തുറന്ന് ഒന്നുകൂടി ഇളക്കുക. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്. ഇതിൽ അല്പം പോലും വെള്ളം ഇതുവരെ ചേർത്തിട്ടില്ല. ഇറച്ചിയുടെ വെള്ളം ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. ഇത് പകുതി വേവായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച സവോളയുടെ പകുതി, വെളുത്തുള്ളിയുടെ പകുതി, ഇഞ്ചിയുടെ പകുതി, കറിവേപ്പിലയിൽ നിന്ന് പകുതി എന്നിവ ചേർക്കുക. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇറച്ചി ഒരു 3/4 വേവായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ബാക്കിയുള്ള 2.5 ടീസ്പൂൺ ഉപ്പും ഇതിലേക്ക് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് ബാക്കി കൂടി വേവാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയത്ത് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചൂടാകാൻ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നല്ലതുപോലെ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് അതിലേക്ക് ആഡ് ചെയ്ത് ഒരു മൂടി കൊണ്ട് അടച്ച് കടുക് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ബാക്കിയിരിക്കുന്ന അരിഞ്ഞു വെച്ച സവോള ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. എന്നിട്ട് ബാക്കിയിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് ചേർക്കുക. സവോള എളുപ്പത്തിൽ വഴന്നു വരുവാൻ വേണ്ടി അല്പം ഉപ്പും ബാക്കിയിരിക്കുന്ന അരിഞ്ഞ പച്ചമുളകും ചേർത്ത് ഇളക്കി സവോള നല്ലതുപോലെ വഴന്നു വരുന്നതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മൂപ്പിക്കുക. ഇതിന്റെ ഇടയ്ക്ക് ഇറച്ചി വെന്തോ എന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇറച്ചി ഓൾമോസ്റ്റ് വേവായിട്ടുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് മൂടി തുറന്നു വെക്കുക. സവോള ഈ പാകത്തിൽ വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് ബാക്കിയിരിക്കുന്ന കറിവേപ്പിലയും ഇട്ട് 1 മിനിറ്റ് ഇളക്കി മൂപ്പിക്കുക. അതിനുശേഷം ബാക്കിയിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് 1 മിനിറ്റ് ഇളക്കി മൂപ്പിക്കുക. എന്നിട്ട് ആ സവോളയും മസാലയും ഇറച്ചിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇറച്ചി നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ ക്യാനിലുള്ള തേങ്ങാപ്പാലാണെങ്കിൽ അതിന്റെ പകുതി, ഫ്രഷായി പിഴിഞ്ഞ തേങ്ങാപ്പാലാണെങ്കിൽ അതിന്റെ തലപ്പാൽ ഇതിലേക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യുക. ബാക്കിയിരിക്കുന്ന 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് വീണ്ടും ഇളക്കുക. ഈ സമയത്തെല്ലാം സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ ആയിരിക്കണം. ഇത് ഒരു തിള വന്നു കഴിയുമ്പോൾ ക്യാനിലുള്ള തേങ്ങാപ്പാലാണെങ്കിൽ ബാക്കിയിരിക്കുന്ന പകുതിയിൽ അത്രയും വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ചേർക്കുക. ഫ്രഷായിട്ട് പിഴിഞ്ഞ തേങ്ങാപ്പാലാണെങ്കിൽ അതിന്റെ 2ാം പാൽ ചേർക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കുക. അതിനുശേഷം ഒരു തിള വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക.
അതിനുവേണ്ടി ഫ്ലെയിം മീഡിയത്തിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു തിള വന്നു കഴിയുമ്പോൾ സ്റ്റൗ ഓഫാക്കി ഒന്നുകൂടി ഇളക്കുക. അതോടെ നമ്മുടെ അടിപൊളി കുട്ടനാടൻ ശൈലിയിലുള്ള താറാവ് കറി റെഡി ആയിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുതേ.